ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 ജൂൺ മാസം 22-ാം തീയതി ഞായറാഴ്ച മുതൽ 28-ാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ വാരം സൂര്യൻ മിഥുനം രാശിയിൽ തിരുവാതിര ഞാറ്റുവേലയിലും, ചന്ദ്രൻ കൃഷ്ണപക്ഷ ദ്വാദശി മുതൽ ശുക്ലപക്ഷ ചതുർത്ഥി വരെ, ഭരണി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു. ശുക്രൻ മേടൻ രാശിയിൽ ഭരണി കാർത്തിക നക്ഷത്രങ്ങളിലും, മിഥുനൻ രാശിയിൽ വ്യാഴം തിരുവാതിര നക്ഷത്രത്തിലും, ബുധൻ കർക്കിടകൻ രാശിയിൽ പുണർദം പൂയം നക്ഷത്രങ്ങളിലും, ചിങ്ങൻ രാശിയിൽ ചൊവ്വ മകം നക്ഷത്രത്തിലും കേതു ഉത്രം നക്ഷത്രത്തിലും, രാഹു കുംഭൻ രാശിയിൽ പൂരുരുട്ടാതിയിലും, മീനൻ രാശിയിൽ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശുക്രൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഭൗതികമായി നേട്ടം ഉണ്ടാകും. മോഹവില കൊടുത്ത് ഇഷ്ടവസ്തുക്കൾ സ്വന്തമാക്കും. അത് വേണ്ടായിരുന്നു എന്ന് പിന്നീട് വിലപിച്ചേക്കും. 3-ാം ഭാവത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽ ഇടത്തിൽ സ്വസ്ഥത ഉണ്ടാകും. തീരുമാനങ്ങൾ വേഗത്തിൽ കൈക്കൊള്ളുവാൻ ആകും. അവ വേഗത്തിൽ നടപ്പിലാക്കുവാനും സാധിക്കുന്നതാണ്. മുഖം നോക്കാതെ പ്രതികരിക്കുന്നത് ചിലപ്പോൾ ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും. ബുധൻ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ബന്ധുഗുണം പ്രതീക്ഷിക്കാവുന്നതാണ്. ഗ്രഹസൗഖ്യത്തിന് ഭംഗം വരില്ല. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല ഉപദേശം ലഭിക്കുന്നതാണ്. ഒന്നിടവിട്ടുള്ള ദിവസങ്ങൾ കൂടുതൽ ഊർജ്ജദായകം ആയിരിക്കും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സുഖാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന വാരമാണ്. 5-ാം ഭാവത്തിൽ ചൊവ്വ കേതു യോഗം ചിന്താപരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. ആലോചന ഇല്ലാത്ത പ്രവൃത്തിയാൽ കുഴപ്പങ്ങളിൽ ചാടിയേക്കും. പരസ്യവും രഹസ്യവുമായ നിക്ഷേപങ്ങളിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാവുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് ഹിതകരമായ അന്തരീക്ഷം ആയിരിക്കും. വ്യാപാരികൾക്ക് ഉപഭോക്താക്കളുടെ സ്വീകാര്യത ലഭിക്കുന്നതാണ്. ഭാവി കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകും. സന്താനങ്ങളുടെ വിദേശയാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തും. വീടിൻ്റെ അറ്റകുറ്റപ്പണി നീട്ടിവെക്കും. ആഴ്ച മധ്യ ദിവസങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതാവും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവ്യക്തമായ നിലപാടുകൾ മറ്റുള്ളവരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതായിരിക്കും. സാമ്പത്തിക ഇടപാടുകളിൽ മിതത്വം പാലിക്കുവാൻ കഴിയും. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. എങ്കിലും വ്യക്തമായ ഉത്തരം ലഭിച്ചേക്കില്ല. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. കച്ചവട രംഗത്ത് ഉണർവുണ്ടാകും. കലാകാരന്മാർക്ക് ക്രിയാത്മകമായ കഴിവുകൾ വളർത്തുവാൻ നല്ല അവസരമാണിത്. പ്രണയത്തിൽ എതിർപ്പുകൾ അകലുന്നതാണ്. കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയിൽ മെച്ചമുണ്ടാകും. സ്വാധീനശക്തി വർദ്ധിക്കുന്നതാണ്. ഇടവക്കൂറുകാർക്ക് ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യസാധ്യത്തിന് തടസ്സങ്ങൾ നേരിടില്ല. ലക്ഷ്യം നേടാൻ കഴിയുന്നതാണ്. ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടമുണ്ടാകും. കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതായിരിക്കും. വാക്കുകളുടെ വശീകരണ ശക്തി എതിരാളികളെപ്പോലും അധീനരാക്കും. സമയബന്ധിതമായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞേക്കില്ല. സുഹൃത്തുക്കളിൽ ചിലരോടെങ്കിലും അകലം പാലിക്കുന്നത് നന്നായിരിക്കും. ഗ്രഹനിർമ്മാണത്തിൽ തടസ്സം വരാൻ ഇടയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. സന്താനങ്ങളുടെ ഉപരിപഠനത്തിൽ വ്യക്തത വരുന്നതാണ്.
ഞായറും വ്യാഴവും പൊതുവെ മേന്മ കുറവായിരിക്കും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൂടുതൽ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കേണ്ട സമയമാണ്. കൈകൊള്ളേണ്ട തീരുമാനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നെത്തുന്നതാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും പിന്തുണ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ട്. ശാരീരികമായി ആലസ്യം അനുഭവപ്പെടും. ഉദ്യോഗസ്ഥർക്ക് മനംമടുപ്പ് അനുഭവപ്പെടുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അധ്വാനഭാരം കൂടാൻ ഇടയുണ്ട്. ചെയ്യുന്ന ജോലിയിൽ സംതൃപ്തി കുറയുന്നതായി തോന്നും. കടബാധ്യത കുറയ്ക്കുവാനുള്ള ശ്രമം ഊർജിതമാകും. ഇടവക്കൂറുകാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാണ്. പ്രണയികൾക്ക് ആഹ്ലാദിക്കുവാൻ കഴിയും. ആഴ്ച അവസാന ദിവസങ്ങൾക്ക് മേന്മ കുറയാം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില പ്രശ്നങ്ങൾ നേരിടുകയും അവ തനിയെ പരിഹരിക്കേണ്ടി വരികയും ചെയ്യും. മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും. ജന്മരാശിയിലും ജന്മനക്ഷത്രത്തിലും ആയി ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധ്യതയുണ്ട്. ഗവേഷകർക്ക് പ്രബന്ധരചന പൂർത്തിയാക്കുവാൻ കാലതാമസം നേരിടും. പഠനത്തിനോ ജോലിക്കോ ആയി അന്യനാട്ടിലേക്ക് യാത്രകൾ ആവശ്യമായി വരും. ഗാർഹികമായ ആവശ്യങ്ങൾക്ക് ചെലവ് വർദ്ധിക്കും. ആശുപത്രി വാസത്തിനും സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി സഹായങ്ങളും പിന്തുണയും വന്നെത്തുന്നതാണ്. പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കുവാൻ കഴിയുന്നതും ആണ്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബന്ധുസമാഗമം സാധ്യമാകും. തീർത്ഥാടനത്തിന് അവസരം ഉണ്ടാകുന്നതാണ്. ഔദ്യോഗികമായി ശോഭിക്കുവാൻ കഴിയുന്ന സമയമാണ്. പകരക്കാരെ ഏൽപ്പിച്ച പ്രവൃത്തികളിൽ തൃപ്തിയുണ്ടാകും. ബിസിനസ് വിപുലീകരണത്തിനും പുതിയ പങ്കാളിയെ ചേർക്കുന്നതിനും ഇപ്പോൾ അനുകൂല സമയമല്ല. ഊഹക്കച്ചവടത്തിലും ഷെയർ മാർക്കറ്റിങ്ങിലും കരുതൽ വേണം. നക്ഷത്രാധിപനായ വ്യാഴം മൗഢ്യത്തിലായതിനാൽ ചെലവിൽ നിയന്ത്രണം വേണം. പാരിതോഷികങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. ഒപ്പം ആഡംബര ചിലവുകൾക്കും സാധ്യത കൂടുതലാണ്. അന്യദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് യാത്രാ തടസ്സം ഉണ്ടായേക്കാം. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. സുഖഭോഗങ്ങൾ ഉണ്ടാകും. പാരിതോഷികം ലഭിക്കാനും സാധ്യതയുണ്ട്. ലഘുയാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും. ബിസിനസ് രംഗത്ത് ധനവരവ് ഉയരും. വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്നതാണ്. മനസ്സമാധാനം വന്നെത്തുന്നതുമാണ്. സഹോദരങ്ങളുടെ സഹായം ലഭിക്കും. അന്യനാട്ടിൽ കഴിയുന്ന ഉറ്റവരെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് പരിഹാരമാകും. ദാമ്പത്യ കലഹങ്ങളിൽ അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിക്കും. കഫജന്യ രോഗങ്ങൾ അലട്ടിയേക്കും. വാക്കുകളിൽ കരുതൽ വേണം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സഹജമായ കഴിവുകൾ നന്നായി പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. പരസഹായം കൂടാതെ കാര്യങ്ങൾ സാധ്യമാകും. ന്യായമായ ആവശ്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. ദൂരദിക്കിൽ കഴിയുന്ന ഉറ്റവരെക്കുറിച്ച് ശുഭവാർത്തകൾ കേൾക്കാനാകും. കൈവായ്പകൾ മടക്കി ലഭിക്കും. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ തർക്കങ്ങളിൽ അകലം പാലിക്കുന്നതാവും ഉചിതം. യാത്രകൾ ശാരീരിക ക്ലേശം വരുത്തിയേക്കും. സാമ്പത്തിക ഇടപാടുകളിൽ തെറ്റുപറ്റാതിരിക്കാൻ ജാഗ്രത വേണം. രണ്ടാം ഭാവത്തിൽ ചൊവ്വയും കേതുവും സഞ്ചരിക്കുന്നതിനാൽ വാക്കുകൾ പരുഷമായേക്കും. ചിലപ്പോൾ ബന്ധങ്ങൾ ശിഥിലമാകുവാൻ ഇത് കാരണമായേക്കുന്നതാണ്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യ ദിവസങ്ങളിൽ ഒരു സന്നിഗ്ധാവസ്ഥ അനുഭവപ്പെടുന്നതായിരിക്കും. ഒന്നും ചെയ്യാനില്ല എന്ന തോന്നൽ മനസ്സിനെ നിഷ്ക്രിയമാക്കുന്നതാണ്. എന്നാൽ ക്രമേണ കാര്യങ്ങൾ ഗുണകരമാകും. വാരം പകുതിയോടെ ക്രിയാത്മകമാകുന്നതാണ്. പല കാര്യങ്ങൾ ഏകാഗ്രതയോടെ പ്രവർത്തിക്കാനാകും. ബിസിനസ്സിൽ നിന്നും ലാഭം വർദ്ധിക്കും. കൈവായ്പകൾ മടക്കിക്കിട്ടും. കുടുംബത്തോടൊപ്പം ചെലവഴിക്കുവാൻ ധാരാളം സമയം ലഭിക്കുന്നതാണ്. ഭോഗാനുഭവങ്ങളും സുഖഭക്ഷണ യോഗവും ഉണ്ടാകും.
പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശുക്രൻ 9-ാം ഭാവത്തിൽ തുടരുന്നതിനാൽ ഭാഗ്യാനുഭവങ്ങൾക്ക് മങ്ങലുണ്ടാകില്ല. സാമ്പത്തികം മോശമാകില്ല. അവിചാരിതമായ ചിലവുകളും വന്നിച്ചേരുന്നതാണ്. ചിലവിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം വേണം. സ്ത്രീ സൗഹൃദം പുഷ്ടിപ്പെടുന്നതാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമാകുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. രോഗികൾക്ക് ആശ്വാസം ഭവിക്കും. സഞ്ചാരത്തിനും ഷോപ്പിങ്ങിനും അവസരം ഉണ്ടാകും. മറ്റുള്ളവരുടെ സേവനം സ്വീകരിക്കുന്നതാണ്. വാഹന യാത്രകളിൽ ശ്രദ്ധയുണ്ടാകണം. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാക്കുകളിൽ ഉന്മേഷം നിറഞ്ഞാലും പ്രവൃത്തിയിൽ ഉദാസീനത ആയിരിക്കും. ഏറ്റെടുത്ത ദൗത്യങ്ങളിൽ പകുതി വഴിയിൽ ഉപേക്ഷിച്ചേക്കാം. ഇല്ലാത്ത അസൗകര്യങ്ങൾ സങ്കല്പിച്ച് പിൻവലിയാൻ സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്ത് വളരെയധികം ശ്രദ്ധ വേണ്ട സന്ദർഭമാണ്. അല്പലാഭങ്ങൾ സന്തോഷത്തിലേക്ക് നയിച്ചേക്കാം. വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്തകൾ തേടിയെത്തും. ഗാർഹിക ജീവിതത്തിൽ അനുരഞ്ജനം അനിവാര്യമാകും. യാത്രകൾ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും. കാര്യങ്ങളിൽ ഒരു കരുതൽ വേണ്ടതുണ്ട്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന രംഗത്ത് ഉണർവുണ്ടാകും. സമർപ്പണവും ശ്രദ്ധയും അഭിനന്ദിക്കപ്പെടും. വ്യാപാര രംഗത്തുള്ളവർക്ക് ലാഭം ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലമാറ്റം ലഭിച്ചേക്കാം. ഭോഗാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ കഴിയും. സന്താനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ്. സൃഷ്ടിപരമായ കഴിവുകൾ പോഷിപ്പിക്കുവാൻ അവസരം ലഭിക്കും. ചില ദിവസങ്ങളിൽ കാര്യതടസ്സം ഉണ്ടാകുന്നത് ആയിരിക്കും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം അനുഭവപ്പെടും. അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ ദോഷം ചെയ്യുന്നതായിരിക്കും. ധനപരമായ കാര്യങ്ങളിൽ തെറ്റുപറ്റാൻ ഇടയുണ്ട്. കരാർ പണികൾ ചെയ്യുന്നവർക്ക് കരാറുകൾ പുതുക്കി ലഭിക്കും. പുതിയ വ്യവസ്ഥകൾ അംഗീകരിക്കേണ്ടതായി വരുന്നതാണ്. ഏജൻസി കമ്മീഷൻ മേഖലയിൽ വിപുലീകരണത്തിന് സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുടെ മാനസിക പിന്തുണ ഗുണകരമാകും. ബന്ധുക്കളുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ്. വിദേശത്ത് കഴിയുന്നവർക്ക് ആശ്വാസകരമായ സാഹചര്യം ആയിരിക്കും. തുലാക്കൂറുകാർക്ക് ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർശനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. കർമ്മരംഗത്ത് വിരോധികൾ ഉണ്ടാകും എങ്കിലും അവരെ കൂസാതെ മുന്നോട്ട് പോകുന്നതാണ്. 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതുവും ചൊവ്വയും ആത്മവിശ്വാസം നൽകും. കൃഷിയിൽ നിന്നോ ഭൂമിയിൽ നിന്നോ വരുമാനമുണ്ടാകും. ഭാഗ്യ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ചിട്ടി, ലോട്ടറി മുതലായവയിൽ നിന്നും ധനം വന്നെത്തും. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഉത്കണ്ഠയുണ്ടാകും. തിരക്ക് വർദ്ധിക്കുന്നതിനാൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സമയം കുറയുന്നതാണ്. സന്താനങ്ങളുടെ പഠന ആവശ്യത്തിനുള്ള ലോൺ അപേക്ഷ പരിഗണിക്കപ്പെടും. ബിസിനസ്സുകാർക്ക് നേട്ടമുണ്ടാകും. കൂടുതൽ വിഭവങ്ങൾ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നതാണ്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക രംഗത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ അവസരം കുറവായിരിക്കും. കാര്യനിർവഹണത്തിന് പരസഹായം വേണ്ടി വരുന്നതാണ്. ബിസിനസ് രംഗത്തുള്ളവർക്ക് സാമ്പത്തികമായി ചെറിയ മെച്ചം പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ് വിപുലീകരണത്തിന് സാഹചര്യം അനുകൂലമല്ല. ചിട്ടി, ലോട്ടറി, ഇൻഷുറൻസ് മേഖലകളിൽ നിന്നും നേട്ടമുണ്ടാകും. നക്ഷത്രാധിപനായ വ്യാഴം മൗഢ്യത്തിലായതിനാൽ എല്ലാ കാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. തുലാക്കൂറുകാർക്ക് 5-ലെ രാഹുവും വൃശ്ചികക്കൂറുകാർക്ക് 5-ലെ ശനിയും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതായിരിക്കും. പുതിയ വീട് വാങ്ങുവാനുള്ള ശ്രമം ഊർജിതമാകും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്
മനസ്സിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. ചിലതൊക്കെ നടപ്പിലാക്കുവാൻ കഴിയും. പ്രവർത്തനത്തിലെ ഏകോപന മികവ് മേലധികാരികളാൽ പ്രശംസിക്കപ്പെടും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നീണ്ടുപോകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവില്ല. ആഭരണങ്ങൾക്കും വസ്ത്രങ്ങൾക്കും അധികം തുക ചെലവഴിക്കപ്പെടാം. സുഹൃത്തുക്കളുടെ വാക്കുകൾ വിഷമിപ്പിക്കുന്നതായിരിക്കും. വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിൽ കരുതലുണ്ടാവണം. ചില വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ വരും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മശക്തി വർദ്ധിക്കുന്നതായിരിക്കും. മുൻപ് പരിശ്രമിച്ച് പരാജയപ്പെട്ട ദൗത്യങ്ങൾ വിജയിക്കുന്നതാണ്. ന്യായമായ ആവശ്യങ്ങൾ നടന്നു കിട്ടും. മേലധികാരികളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. സന്താനങ്ങളുടെ ഉപരിപഠനമോ ജോലിയോ സംബന്ധിച്ച വിഷയങ്ങളിൽ ആശങ്കയുണ്ടാകും. ബന്ധുജനങ്ങളെ സന്ദർശിക്കുകയും പൂർവകാല സ്മരണകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. ഒന്നിലധികം തൊഴിൽ ചെയ്യുന്നവർക്ക് അവയിലൊന്ന് ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായേക്കാം. ആഴ്ച അവസാന ദിവസങ്ങൾക്ക് മേന്മ കൂടുന്നതാണ്. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നേതൃഗുണം പ്രകടിപ്പിക്കുവാൻ അവസരമുണ്ടാകും. സന്ദർഭോചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ്. സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾക്ക് പോംവഴി നിർദ്ദേശിക്കും. തൊഴിൽ മേഖലയിൽ ഉയർച്ചയുണ്ടാകും. എല്ലാ പ്രവർത്തനങ്ങളും പരിശോധിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യും. ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചേക്കും. കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സമയം കിട്ടി എന്നു വരില്ല. ഭാഗ്യസ്ഥാനത്ത് പാപഗ്രഹങ്ങൾ യോഗം ചെയ്യുന്നതിനാൽ ചില കാര്യങ്ങളിൽ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി നഷ്ടം സംഭവിക്കാനും സാധ്യതയുണ്ട്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു ഗുണത്തിന് ഒരു ദോഷം ഉണ്ടാകും എന്ന സ്ഥിതിയാണ്. പൊതുവെ ആത്മവിശ്വാസം അനുഭവപ്പെടും. എന്നാൽ അത് അമിതമാവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്ര തീരുമാനം കൈക്കൊള്ളുവാൻ കഴിഞ്ഞേക്കില്ല. അതിൽ നിരാശ തോന്നിയേക്കാം. ബിസിനസ് യാത്രകൾ കൊണ്ട് ഉദ്ദേശിച്ച നേട്ടം ലഭിച്ചേക്കില്ല. ഗൃഹത്തിൽ നവീകരണം നടക്കും. രോഗഗ്രസ്തർക്ക് തുടർ ചികിത്സ വേണ്ടി വരുന്നതാണ്. മാതാപിതാക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാവണം. വേണ്ടപ്പെട്ട ചിലർക്ക് കഴിയുന്ന സഹായം ചെയ്യേണ്ടി വരുന്നതാണ്. വാരം അവസാന ദിവസങ്ങൾക്ക് മേന്മ കൂടുന്നതാണ്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജോലിഭാരം വർദ്ധിക്കുന്നതാണ്. ഉല്ലസിക്കാൻ സമയം ലഭിച്ചേക്കില്ല. വാഗ്ദാനങ്ങൾ പാലിക്കാൻ കൂടുതൽ ഊർജവും സമയവും ചെലവഴിക്കേണ്ടി വരും. കളി തമാശകൾ ചിലപ്പോൾ കാര്യമായേക്കാം. വാക്സ്ഥാനത്ത് രാഹു ഉള്ളതിനാൽ കേൾക്കുന്നവർ ചിലപ്പോൾ പ്രകോപിതരാകും. സ്വകാര്യ യാത്രകൾ വേണ്ടി വരുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. പ്രതീക്ഷിച്ച ധനം കൈവശമെത്താൻ താമസം നേരിടും. പഠിപ്പിനിടയിൽ തൊഴിൽ പരിശീലനത്തിന് അവസരം ഉണ്ടാകും. വസ്തുവ്യാപാരം നീണ്ടുപോകുന്നതാണ്. ദൈവിക സമർപ്പണങ്ങൾ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കാൻ ഇടയുണ്ട്. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബന്ധുസമാഗമങ്ങൾ ഉണ്ടാകുന്നതാണ്. യാത്രകൾക്കും ഷോപ്പിങ്ങിനും അവസരം ഉണ്ടാകും. വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ലഭിക്കുകയോ വാങ്ങുകയോ ചെയ്യും. ചില കാര്യങ്ങളിൽ സ്വസ്ഥത കുറയുന്നതായിരിക്കും. ചിലപ്പോൾ യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെച്ച് സംസാരിക്കേണ്ടി വരും. മേലധികാരികളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം. ആഴ്ച അവസാന ദിവസങ്ങളിൽ കാര്യാലോചനകളിൽ ശോഭിക്കുന്നതാണ്. സ്വന്തം കഴിവുകൾ തിരിച്ചറിയാൻ അവസരം ഉണ്ടാകും. സർക്കാരിൽ നിന്നും പ്രതീക്ഷിച്ച അനുമതികൾ യഥാസമയം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങൾക്ക് മങ്ങലുണ്ടാവില്ല. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സഹജമായ വാസനകൾ ചിലപ്പോൾ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വരും. പിന്നീട് തോർത്ത് പശ്ചാത്തപിക്കും. തെറ്റായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. നക്ഷത്രാധിപനായ ചൊവ്വയ്ക്ക് കേതുയോഗം വന്നതിനാൽ സംസർഗത്തിലും സൗഹൃദങ്ങളിലും കരുതൽ വേണം. വന്നു ചേരാനുള്ള ധനം വേണ്ട സമയത്ത് ലഭിച്ചേക്കില്ല.
മകരക്കൂറുകാർക്ക് യാത്രകളിലും മറ്റും കരുതൽ വേണം. കുംഭക്കൂറുകാർക്ക് പ്രണയകാര്യത്തിൽ ഇച്ഛാഭംഗം ഉണ്ടാകും. വീട് മാറുവാൻ പരിശ്രമിക്കുന്നവർക്ക് പുതിയ താമസ സ്ഥലം കണ്ടെത്താനാവും. സന്താനങ്ങൾ മുഖേന സന്തോഷം ഭവിക്കും. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലാഘവത്തോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുപറ്റാം. ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ പുലർത്തണം. സമയബന്ധിതമായി പൂർത്തിയാക്കാനാവാത്ത വിധത്തിൽ തൊഴിലിടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ജന്മരാശിയിലും 2-ലും 7-ലും പാപഗ്രഹങ്ങളുടെ ശക്തമായ സാന്നിധ്യം വ്യക്തിജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ജീവിത പങ്കാളിയുമായി മനസ്സു തുറന്ന് സംസാരിക്കുവാൻ സാഹചര്യം ഒരുക്കേണ്ടതാണ്. സന്ധി സംഭാഷണങ്ങൾ പരാജയപ്പെടാം. ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുവാനും അതുവഴി പിഴയടയ്ക്കുവാനും ഉള്ള സാഹചര്യം ഉണ്ടായേക്കാം. സാഹിത്യം, കല എന്നിവയിൽ പ്രതീക്ഷിച്ചതുപോലെ ശോഭിക്കുവാൻ കഴിഞ്ഞേക്കില്ല. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ പുതിയ ആശയങ്ങൾ മനസ്സിൽ നിറയും. പക്ഷേ അവ പ്രായോഗികമായി ആവിഷ്കരിക്കാൻ ആവില്ലെന്ന് സ്ഥിതി ആയിരിക്കും. ലക്ഷ്യപ്രാപ്തിക്ക് കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. സഹപ്രവർത്തകരുടെ വാക്കുകൾ മുഖവിലക്കെടുക്കില്ല. സംഘടനകളിൽ ഒതുക്കപ്പെടുകയാണെന്ന് ഒരു തോന്നൽ ഉണ്ടാകുന്നതാണ്. സ്വയം തൊഴിൽ മേഖല ലാഭകരമാകും. എങ്കിലും വിപുലീകരിക്കുവാൻ ഇപ്പോൾ അനുകൂല സമയമല്ല. ബന്ധങ്ങൾ കലുഷമാകാതിരിക്കാൻ സ്വയം നിയന്ത്രണം അനിവാര്യമാണ്. ന്യായമായ ആവശ്യങ്ങൾ ഒരുവിധം നടന്നു കിട്ടും. ശരീരത്തിനും മനസ്സിനും അല്പം വിശ്രമം അനിവാര്യമാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എതിർപ്പുകളെ വകവയ്ക്കാതെ മുന്നോട്ടു പോകുവാൻ കഴിയും. തർക്കങ്ങളിലും സംവാദങ്ങളിലും വിജയിക്കുന്നതാണ്. സഹപ്രവർത്തകരുടെ ഇടയിൽ സ്വീകാര്യത വർദ്ധിക്കും. സാധാരണ കാര്യങ്ങൾ പതിവ് പോലെ തന്നെ നടന്നു കിട്ടും. ഒരു നിഴൽ പോലെ അലസത പിന്തുടരും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം അന്യനാട്ടിൽ ആവാൻ സാധ്യത കൂടുതലാണ്. കടം കൊടുത്ത തുക തിരികെ കിട്ടുക എളുപ്പമായേക്കില്ല. പ്രവാസികൾക്ക് തൊഴിൽപരമായി മെച്ചമുണ്ടാകും. നിക്ഷേപങ്ങളിൽ നിന്നും ആദായം വന്നു തുടങ്ങുന്നതാണ്. വാതരോഗത്തിന് ചികിത്സ വേണ്ടിവരും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല തുടക്കം കിട്ടുന്ന വാരമാണ്. ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ള ചുമതലകൾ ലഭിക്കുന്നതാണ്. നക്ഷത്രാധിപനായ ബുധൻ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആത്മബലം വർദ്ധിക്കുന്നതാണ്. ധനപരമായി സമ്മർദ്ദം ഉണ്ടാകില്ല. സുഹൃത്ത് ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതാവും. ബിസിനസ് തന്ത്രങ്ങൾ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതായിരിക്കും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. ചില വിനോദയാത്രകളോ തീർത്ഥയാത്രകളോ തീരുമാനിക്കും. പൂർവിക സ്വത്തുക്കളിൽ നിന്നും വരുമാനം ലഭിക്കും. ശനിയും രാഹുവും ചെറിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.